ഒരു ലക്ഷം കർഷക സമിതി 26ാമത് സംസ്ഥാന സമ്മേളനം നവംബർ 24-ന് ചേർത്തലയിൽ നടക്കും. ഒരു ലക്ഷം കർഷക സമിതി 26ാമത് സംസ്ഥാന സമ്മേളനം നവംബർ 24 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ ചേർത്തല വുഡ്ലാൻഡ് ഓഡിറ്റോറിയത്തിൽ നടക്കും. സമ്മേളനം കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് കെ പി ബൈജു അധ്യക്ഷത വഹിക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അധ്യക്ഷതയിൽ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. ലക്ഷത്തൊഴിലാന പദ്ധതി കർഷക ക്ഷേമ ബോർഡുമായി ലയിപ്പിക്കാൻ പോകുന്നു എന്നാണ് മുഖ്യമന്ത്രി അധ്യക്ഷതയുടെ യോഗത്തിൽ ചെയ്യുന്നത്. അപ്പം ആ കർഷക ക്ഷേമ ബോർഡിൽ ലയിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ നടക്കുകയാണെന്നാണ് ആ യോഗത്തിൽ അന്ന് കൃഷി വകുപ്പ് മന്ത്രി ഞങ്ങളോട് പറഞ്ഞത്. അപ്പം മുഖ്യമന്ത്രി അധ്യക്ഷതയിൽ കൂടി യോഗത്തിൽ ക്ഷേമ ബോർഡിൽ ലയിപ്പിക്കാൻ തീരുമാനം എടുത്ത സാഹചര്യത്തിൽ അതിൻ്റെ നടപടികൾ നടക്കുന്ന സാഹചര്യത്തിൽ അന്തിമ തീരുമാനമാകുന്നവരെ കാക്കാനാണ് കൃഷി വകുപ്പ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. അപ്പം അന്തിമ തീരുമാനം എന്ന് പറഞ്ഞാൽ അന്തിമ തീരുമാനമാകുന്നവരെ പെൻഷൻ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന പെൻഷൻ ഗ്രാറ്റുവിറ്റിയൊക്കെ ഇപ്പം നിലവിൽ കൊടുക്കുന്നില്ല. കഴിഞ്ഞ ഓണത്തിന് എല്ലാ വിഭാഗം ആൾക്കാർക്കും പെൻഷൻ കൊടുക്കും. വാർദ്ധക്യ പെൻഷൻ, വിധവ പെൻഷൻ, വികലാംഗ പെൻഷൻ, അതുപോലുള്ള എല്ലാ പെൻഷനും കഴിഞ്ഞ ഓണത്തിന് കൊടുത്തപ്പോൾ കഴിഞ്ഞ ഓണത്തിന് പെൻഷൻ ലഭിക്കാത്ത ഏക വിഭാഗം ഈ ലക്ഷം കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം കഴിഞ്ഞ ഓണത്തിന് പെൻഷൻ കൊടുക്കാതിരുന്നത് ക്ഷേമ ബോർഡിൽ ലയിപ്പിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തീരുമാനമെടുത്തുകൊണ്ടാണ് കൊടുക്കാതിരുന്നത്. ഇപ്പോൾ ആ തീരുമാനം നിലനിൽക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ആ തീരുമാനം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ക്രിസ്മസിനും പെൻഷൻ ലഭിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രിയോടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ 30 വർഷമായി നിലനിൽക്കുന്ന ഈ പദ്ധതി നിലനിൽക്കണം. യാതൊരു കാരണവശാലും മറ്റൊരു പദ്ധതിയായി ലയിപ്പിക്കാൻ പാടില്ല. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് പലരും 30 വർഷം മുമ്പ് അന്നത്തെ 1000 രൂപ എന്ന് പറയുന്നത് വലിയ എമൗണ്ടാണ്. അന്ന് 1000 രൂപ അടച്ച് 60ാമത്തെ വയസ്സിൽ ഒരു പരിരക്ഷ കിട്ടും, ഒരു സംരക്ഷണം കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ 1100 രൂപ വീതമാണ് സർക്കാരിൽ അടച്ച് ചേർന്നു. ഇപ്പോൾ 30 വർഷമായി കുറേ പേർക്ക് പെൻഷൻ ഗ്രാറ്റുവിറ്റി ലഭിച്ചു, ചിലർക്ക് തുടർ പെൻഷൻ ലഭിച്ചു. ഇനി ഒത്തിരി പേര് ആ പെൻഷൻ കാത്തിരിക്കുന്നു. ഇനി 60 വയസ്സാകാത്ത ആൾക്കാർ 60 വയസ്സാകുമ്പോൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പം ലയിച്ചു കഴിഞ്ഞതൊക്കെ ഇല്ലാതാകും. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഞങ്ങൾക്ക് ഗവൺമെൻറ്റിനോട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് തീരുമാനമെടുത്തിരിക്കുന്നത് ലയിപ്പിക്കാൻ. മുഖ്യമന്ത്രിയോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്, യാതൊരു കാരണവശാലും ഈ പദ്ധതി ക്ഷേമ ബോർഡിൽ ലയിപ്പിക്കാൻ പാടില്ല. ഈ പദ്ധതിയായി നിലനിൽക്കണം. ക്ഷേമ ബോർഡിൽ ലയിപ്പിച്ചാലുള്ള ദോഷം, ലക്ഷത്തൊഴിലാനപതി ക്ഷേമ ബോർഡിൽ ലയിപ്പിച്ചാൽ പിന്നെ എന്നാണോ ക്ഷേമ ബോർഡിൽ ക്ഷേമനിധി റൂളും ചട്ടമായിരിക്കും പിന്നെ വരുന്നത്. എന്നാണോ ക്ഷേമ ബോർഡിൽ ലയിപ്പിക്കുന്നത് അന്ന് മുതൽ ആയിരിക്കും അന്ന് ക്ഷേമ ബോർഡ് അംഗങ്ങളാകുന്നത്. നാളെയാണ് ക്ഷേമ ബോർഡിൽ ലയിപ്പിക്കുന്നതെങ്കിൽ നാളെ മുതലാണ് ക്ഷേമ ബോർഡ് അല്ലെങ്കിൽ ക്ഷേമനിധി അംഗങ്ങളാകുന്നത്. ക്ഷേമനിധി ചട്ടം അനുസരിച്ച് ചേർന്ന് 5 വർഷം കഴിഞ്ഞാൽ പെൻഷൻ കൊടുക്കാൻ വ്യവസ്ഥയുള്ളൂ. അപ്പം നാളെയാണ് ക്ഷേമ ബോർഡിൽ ലയിപ്പിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറങ്ങുന്നതെങ്കിൽ നാളെ മുതലാണ് ഞങ്ങൾ ക്ഷേമനിധി അംഗങ്ങളാകുന്നത്. അപ്പം നാളെ മുതൽ 5 വർഷം കഴിഞ്ഞ് പെൻഷൻ കൊടുക്കാൻ ക്ഷേമനിധിയിൽ ചട്ടം അനുസരിച്ച് വ്യവസ്ഥയുള്ളൂ.